വ്യവസായത്തിൽ പുരോഗതികൾ ഉണ്ടാകുന്ന ഒരു കാലയളവാണ്. ഈ ഉദ്യോഗം ലഭിക്കുന്ന തൊഴിലന്വേഷകർക്ക് ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും. സാമ്പത്തികമായി കടബാധ്യതകൾ പകുതിയോളം നിങ്ങൾക്ക് തീർക്കുവാനൊക്കെ സാധിക്കുന്ന വാഹനലബ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് വിശാഖത്തിന്. കുറേ നാളുകളായിട്ട് നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷുവർഷ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചോതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. വിശാഖത്തിനെ സംബന്ധിച്ച് ഞാൻ ചോതിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സന്തോഷകരമായ കാര്യങ്ങളും അതിനോടൊപ്പം കുറച്ച് മാനസിക സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി സംഭവിക്കുന്ന ഒരു വർഷമാണ്. എന്നാൽ ദൈവാധീനം നിങ്ങളെ പലതരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷു വർഷം എന്ന് പറയുന്നത്. വ്യവസായത്തിൽ പുരോഗതികൾ ഉണ്ടാകുന്ന ഒരു കാലയളവാണ്. ഈ ബിസിനസ് മേഖലയിലൊക്കെ നിൽക്കുന്ന വിശാഖ നക്ഷത്ര ജാതർക്ക് നിങ്ങളുടെ പ്രോഡക്ട്സ്, പ്രത്യേകിച്ച് പ്രോഡക്റ്റ് സംബന്ധമായിട്ടുള്ള വ്യവസായമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരത്തിലേക്ക് വികസിപ്പിച്ചെടുക്കുവാൻ വളരെ അധികം സാധിക്കുന്ന ഒരു കാലയളവാണ് ഈ വിഷുവർഷം. അതുപോലെ ഉദ്യോഗം ലഭിക്കുന്ന തൊഴിലന്വേഷകർക്ക് ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും. വിവാഹം നടക്കുന്നതിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. പ്രണയത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു കാലയളവ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകും. സാമ്പത്തികമായി കടബാധ്യതകൾ പകുതിയോളം നിങ്ങൾക്ക് തീർക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ ഗുണകരമായ കാലഘട്ടമാണ്. നിങ്ങൾ ഈ പ്രത്യേകിച്ചും ടെക്നിക്കൽ മേഖലയും അതുപോലെ സയൻസ് പരമായിട്ടുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ക്യാമ്പസ് സെലക്ഷൻ പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു കാലയളവായിരിക്കും ഈ വിഷുവർഷം എന്ന് പറയുന്നത്. അതുപോലെ വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ മേടം 25 ശേഷം വരുന്ന സമയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വിദേശ പഠനത്തിനും വിദേശ യാത്രയ്ക്കും പഠനത്തോടൊപ്പമുള്ള ജോലിക്കുമൊക്കെ വളരെ നല്ല സമയമായിട്ട് കണക്കാക്കാം. കുടുംബപരമായി കുടുംബത്തിൽ നല്ല ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളകർമ്മങ്ങൾ നിരവധി നടക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് നിങ്ങളൊരു വീട് വാങ്ങുകയോ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുകയോ വിവാഹം പോലുള്ള കാര്യങ്ങളോ പിന്നെ മക്കൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ സന്താനലബ്ധിയോ ഇത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. വാഹനലബ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് വിശാഖത്തിന്. കുറേ നാളുകളായിട്ട് സ്വന്തമായൊരു വാഹനം സ്വന്തമാക്കണം എന്നൊക്കെയുള്ള പ്ലാനുകൾ, പൊതുവെ വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർ വാഹനങ്ങളോട് നല്ല താല്പര്യമുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ പുതുതായിട്ടൊരു വാഹനങ്ങൾ മേടിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കുവാൻ സാധിക്കുന്ന വർഷമാണ്. അതുപോലെ തൊഴിൽപരമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷം. അതായത് തൊഴിൽ അന്വേഷകർക്ക് ഉദ്യോഗം ലഭിക്കുകയും നിലവിൽ തൊഴിൽ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ നടക്കുകയും ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ചൊക്കെ ആഗ്രഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വർഷം ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും. പ്രൈവറ്റ് ഫേമിൽ നിൽക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനൊപ്പം പാരലായി മറ്റൊരു തൊഴിലും കൂടെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതുകൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഓൺലൈനായി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി നമുക്കതൊരു വരുമാനം മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം കൂടി ഈ വിഷുവർഷത്തിൽ തീർച്ചയായിട്ടും വിശാഖ നക്ഷത്ര ജാതർക്ക് സംഭവിക്കുന്നതായിരിക്കും. വിവാഹപരമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, വിവാഹം നടക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരും. അതിൻ്റെ കാരണം വിവാഹത്തിന് ഗുണകരമായ സമയം അല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നിരവധി പാരകൾ ഈ വിഷുവർഷത്തിൽ വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ള പെൺകുട്ടികൾക്കായിരുന്നാലും ആൺകുട്ടികൾക്കായിരുന്നാലും കുടുംബത്തിൻ്റെ അകത്തുനിന്നും പാരകളുണ്ടാവും, പുറത്തുനിന്നും പാരകളുണ്ടാവും. അപ്പോൾ
അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോകാൻ. ചിലപ്പോൾ നല്ല ബന്ധങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് വിവാഹ സംബന്ധമായിട്ട്, പക്ഷേ അത് നടക്കാതിരിക്കാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനുള്ള ഒരു ബുദ്ധി, ഒരു 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 കുശാഗ്രതന്ത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവരോട് തന്നെ ഈ കുശാഗ്രതന്ത്രം ഇങ്ങോട്ട് കാണിക്കുന്നവർ, അവരോട് നമ്മൾ തിരിച്ച് കുശാഗ്രതന്ത്രം കാണിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ അവരോട് നമ്മൾ സംയമന മനോഭാവം കാണിച്ചിട്ട് യാതൊരു തരത്തിലുള്ള കാര്യവുമില്ല. അത് കൃത്യമായി നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ഉറപ്പായിട്ടും എന്തെങ്കിലും പാരകൾ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് മനസ്സിനടങ്ങുന്ന ഒരു വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ എവിടെന്നെങ്കിലുമൊക്കെ ഒരു പാരകൾ വരും. അത് ശ്രദ്ധിച്ച് വിശാഖ നക്ഷത്രം മുമ്പോട്ട് പോവുക. പ്രണയപരമായി പ്രണയത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം, അതായത് കുറേ നാളുകളായി പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന കമിതാക്കൾക്കിടയിൽ പരാജയം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആകാനൊക്കെ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആരോഗ്യപരമായി പ്രതിസന്ധിക ഘട്ടങ്ങൾ, അതും ഈ പറഞ്ഞ പോലെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ പ്രതിസന്ധികൾ കുറച്ചൊക്കെ നിങ്ങൾ അലട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷം. പ്രത്യേകിച്ചും അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കോ ശിരസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കോ ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. പുരുഷന്മാരായിട്ടുള്ള വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് കാൽമുട്ടിന് താഴോട്ടുള്ള ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടുകയോ അതുപോലെ നട്ടെല്ലിന് വേദന അനുഭവപ്പെടുകയോ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ഈ എഡ്ജ് പോയിൻറ്റ്സിലൊക്കെ നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഉറപ്പായിട്ടും വേണ്ട കാര്യങ്ങൾ ചെയ്യുക, വേണ്ട വൈദ്യ ചികിത്സ നടത്തുക. ഇതൊന്നും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ പിൽക്കാലത്ത് നിങ്ങൾക്കതൊക്കെ വലിയ ബുദ്ധിമുട്ടായി വരാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പൊതുവെ വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം അത്യാവശ്യം ഗുണകരമായിട്ടുള്ള ഒരു ടൈം തന്നെയാണ്. ദോഷപരിഹാരാർത്ഥം വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ളവർ പ്രധാനമായിട്ടും സുബ്രഹ്മണ്യ സ്വാമിയെ നന്നായി ഭജിക്കുക. ഭഗവാന് വേണ്ട വഴിപാടുകൾ നിങ്ങൾ കൃത്യമായി ചെയ്യുക. ഭഗവാന് തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഭഗവാന് തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മമാണ് ഏറ്റവും പ്രധാനം. ശുദ്ധമായ നല്ല മനസ്സുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക. ഭഗവാന് ഭസ്മാഭിഷേകം നടത്തുക. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി വ്രതം അനുഷ്ഠിച്ച് നിങ്ങൾക്ക് ക്ഷേത്ര ദർശനവും കൂടി ചെയ്യാൻ സാധിച്ചാൽ ഗുണകരമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ തന്നെയും ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ രാവിലെയും വൈകിട്ടും മനസ്സിലെങ്കിലും എപ്പോഴും മുരുക എന്നുള്ള ഒരു വിളി മനസ്സിലെപ്പോഴും സൂക്ഷിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നത് വിശാഖ നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷക്കാലത്തിൽ വളരെയധികം ഗുണം ചെയ്യും. അതിന് യാതൊരുവിധ തർക്കവുമില്ല. അതുപോലെ രണ്ടാമത് ചെയ്യേണ്ടത് ലക്ഷ്മി ഗണപതി മാത്രമല്ല ലക്ഷ്മി ഗണപതിയെ, അല്ലെങ്കിൽ നമ്മുടെ ഭഗവതി സ്വരൂപമായിട്ടുള്ള ഗണപതിയുടെ കുറേ ഭാവങ്ങളുണ്ട് ഭഗവതിയോടൊപ്പമുള്ള, അതിൽ ഏതെങ്കിലും, അതിപ്പോൾ കൂടുതലും താന്ത്രിക് തലത്തിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. സാധാരണഗതിയിൽ ലക്ഷ്മി ദേവിയെ മടിയിലിരുത്തിയിരിക്കുന്ന ഗണപതിയുടെ ഭാവമുണ്ട്. ആ ലക്ഷ്മി ഗണപതിയെ മനസ്സിൽ നന്നായി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ പുറത്തോട്ട് പോകുന്നതിന് മുൻപ് ലക്ഷ്മി ഗണപതിയെ സങ്കല്പിച്ച് ഒരു രൂപ നാണയം എവിടെയെങ്കിലും നിങ്ങൾ വൃത്തിയുള്ളൊരു സ്ഥലത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തി അതിൻ്റെ മുമ്പിൽ ലക്ഷ്മി ഗണപതിയെ ധ്യാനിച്ച് ഒരു രൂപ വച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നത് വളരെയധികം ഗുണകരമായിരിക്കും നിങ്ങൾക്ക് ഈ വർഷക്കാലത്ത്. അതുപോലെ ശിവക്ഷേത്രത്തിൽ നന്നായി പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ ഈ അഘോര മന്ത്രാർച്ചന നടത്തുന്നത് ഈ വിഷുവർഷത്തിൽ വിശാഖ നക്ഷത്ര ജാതർക്ക് ഗുണകരമായിരിക്കും. ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ പിന്നെ വരാനിരിക്കുന്ന കുറച്ച് തടസ്സങ്ങളും ഇതിനെയൊക്കെ നിങ്ങൾക്ക് ദൈവാധീനം ഉള്ളതുകൊണ്ട് തരണം ചെയ്യാൻ സാധിക്കും. പക്ഷേ ശിവൻ്റെ ഒരു അഘോരഭാവം, അദ്ദേഹത്തിൻ്റെ ഒരു രൗദ്രാത്മകമായിട്ടുള്ള എന്നാൽ ഭക്തവാത്സല്യമുള്ള ആ ഭാവം നിങ്ങൾ മനസ്സിൽ കാണുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് അഘോര മന്ത്രാർച്ചന നടത്തുന്നതും ശിവക്ഷേത്ര സന്നിധിയിൽ അഘോര മന്ത്രാർച്ചന നടത്തുമ്പോൾ ഭഗവാന്റെ അഘോര മന്ത്രം അത് നന്നായിട്ട് ജപിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും. ഓം ആം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര എന്ന് തുടങ്ങുന്ന ആ ഘോര മന്ത്രം ജപിക്കുന്ന വളരെയധികം ഗുണകരമായിരിക്കും. ഈ 3 കാര്യങ്ങളും കൃത്യമായി പാലിച്ച് മുമ്പോട്ട് പോയാൽ വിശാഖ നക്ഷത്ര ജാതർക്ക് നല്ല രീതിയിൽ ഉയർന്നു വരാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. എല്ലാ വിശാഖ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും സർവ്വൈശ്വര്യങ്ങളുടെയും ഒരു വിഷുവർഷക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.